40 kVയുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്ന ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം ഒരു 8 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ 9ാമത്തെ ദിവസം അവർ വർക്കിന് വന്നപ്പോഴെടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൻ്റെ മേളിൽ ഇന്നൊരു 8 പാനൽ നിരത്തിയിട്ട് 2 ലെയറാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 16 പാനൽ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു പാനൽ കൂടെ വരുന്നുണ്ട്. അത് ഈ ഒരു ഭാഗത്ത് വയ്ക്കാനാണ് അവർ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ മൊത്തം 73 പാനലാണ് ഇവർ ഫുള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. 40 kVയുടെ ഓൺ ഗ്രിഡ് സിസ്റ്റമാണ്. ഇതിൽ വന്നിട്ട് ആദ്യത്തെ ഒരു ലൈനിൽ 19 പാനൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനിൽ അതുപോലെ തന്നെ 19 പാനൽ ചെയ്തിട്ടുണ്ട്. അടുത്ത് ഈ കാണുന്ന സ്ട്രക്ചറിലും അതുപോലെ തന്നെ 20 പാനൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ഥലത്ത് ഒരു 19 പാനൽ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു 3 സ്ട്രിങ് അവർ ചെയ്തു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 17 പാനലാണ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതാണ് അവരുടെ DB. 4 സ്ട്രിങ് വലിച്ചു വിട്ടിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലിഫ്റ്റ് റൂമിൻ്റെ മേളിലാണ് ഇന്നത്തെ പാനൽ സെറ്റ് ചെയ്യുന്നത്. അതായത് അവിടെ ഒരു 8 പാനൽ നിരത്തിയിട്ട് 2 വരി, ഇപ്പം 16 പാനൽ വർക്ക് ഏകദേശമൊക്കെ ഒരു തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 2 ദിവസം കൂടി ഇനി വർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോഴത്തേക്കും ഞാൻ ഈ കണക്ഷൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ എർത്തിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത് തുടങ്ങി ഫുൾ വീഡിയോസ് ഞാൻ അടുത്ത ഒരു വീഡിയോയിലും കൂടെ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഇന്നത്തെ വർക്കാണ്. ഇപ്പോൾ ഇന്നത്തെ വർക്കിൽ ഒരു 2 സ്പൈക്ക് ചെയ്തു, താഴത്തെ ഒരു ലൈനിൽ ചെയ്തു. പിന്നെ മേളത്തെ ലൈനിലും അതുപോലെ തന്നെ ഒരു സ്പൈക്ക് അവർ വെച്ചിട്ടുണ്ട്. വയറിംഗ് എല്ലാം വളരെ നീറ്റായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അങ്ങനെ 3 സ്പൈക്ക് മൊത്തം ഇന്ന് ആ ഒരു പാനൽ സെറ്റ് ചെയ്തതിന് ശേഷം അവർ ചെയ്തേക്കുന്നു. ഇതാണ് ആ ഒരു ഇൻവെർട്ടറിൻ്റെ, അതായത് 40 kV ഇൻവെർട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് സെറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. ഇത്രയും വർക്ക് അവർ ഫിനിഷ് ചെയ്തു. ഈ ഒരു 40 kVയുടെ ഇതാണ് DB. ഇവിടെ നിന്ന് ഔട്ട് വന്നിട്ട് താഴത്തെ പാനൽ റൂമിലോട്ട് പോകുന്ന DB ആണത്. ഒരു സ്ട്രിങ്ങിൻ്റെ വയർ ഇവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്, DC പാനലിൽ നിന്ന് വരുന്ന DC ഔട്ട്പുട്ട് എടുത്തിട്ട്. ഇത് ആദ്യത്തത് ഒരു സ്ട്രിങ്ങിൽ നിന്നുള്ളത് പോസിറ്റീവ് നെഗറ്റീവ്. ഇത് രണ്ടാമത്തെ സ്ട്രിങ്ങിൽ നിന്നുള്ളത്. ഈ കാണുന്നത് മൂന്നാമത്തെ സ്ട്രിങ്ങിൽ നിന്നുള്ളത്. ഇത് കാണുന്നത് മൊത്തം 4 സ്ട്രിങ് മേളിൽ നിന്ന് ഒരു കണക്ഷൻ വലിച്ച് താഴെ കൊണ്ടുവന്നിട്ടുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് DBയിൽ DC DB ആണ്. ഇതിനകത്ത് വന്നിട്ട് 4 ഇൻപുട്ട് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ 4 ഔട്ട് എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഇൻവെർട്ടറിൽ കൊടുക്കുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. അത് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുത്തിട്ട്. ഇതാണ് അവരുടെ DB ബോക്സ്. അതിനകത്ത് ഒരു 4 റിലേയും ചേഞ്ച് ഓവർ പോലെ തിരിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. 9ാമത്തെ ദിവസത്തുള്ള വർക്ക് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു 2 ദിവസത്തെ വർക്ക് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു 2 ദിവസത്തെ വർക്ക് കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് വീഡിയോ തുടക്കം മുതൽ അവസാനം വരെയും ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇൻവെർട്ടർ വന്നിട്ട് സോളിസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ്. 5G സീരീസ് 5th ജനറേഷൻ എന്നാണ് അതിലെഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡിസ്പ്ലേ. ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്പ്ലേയും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ ഞാൻ മെൻഷൻ ചെയ്തു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ ബൈ.